ഇതുപോലുള്ള സ്പീക്കേഴ്സ് വാങ്ങാൻ പോകുമ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇത് തട്ടി നോക്കണം, മുട്ടി നോക്കണം, അതുപോലെ പൊട്ടുണ്ടോ കീറുണ്ടോ എന്നൊക്കെ നോക്കണം എന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഇത് പ്ലേ ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തെങ്കിലും തരത്തിലുള്ള സൗണ്ടിൻ്റെ ഒരു പിടുത്തമുണ്ടോ, എന്തെങ്കിലും പ്രത്യേകതകൾ, അതായത് സാധാരണ അല്ലാതെ എന്തെങ്കിലും രീതിയിലാണോ പ്ലേ ആവുന്നത്, പ്ലേ ചെയ്ത് നോക്കിയിട്ട് വേണം വാങ്ങാൻ എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. സ്പീക്കർ പാർട്സായിട്ട് വാങ്ങുമ്പോൾ ഉള്ള ചെക്കിങ് ഞാൻ ആദ്യത്തെ പഴയ വീഡിയോസിൽ ഒരുപാട് പറഞ്ഞതാണ്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഈ സ്പീക്കർ ചെക്കിങ് അല്ല, ഈ സ്പീക്കർ സിസ്റ്റം വാങ്ങുമ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. സ്പീക്കർ സിസ്റ്റം എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഹോം തിയേറ്റർ, സൗണ്ട് ബാർ അല്ലെങ്കിൽ ഏതെങ്കിലും തരം മ്യൂസിക് സിസ്റ്റം നിങ്ങൾ വീട്ടിലേക്ക് എടുക്കുകയാണ്, നിങ്ങൾ ഓഫീസിലേക്ക് എടുക്കുകയാണ്, നിങ്ങൾ ഏതെങ്കിലും തരം ഒരു ആവശ്യത്തിന് വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെ ചെക്ക് ചെയ്ത് വാങ്ങും? നിങ്ങളൊരു സൗണ്ട് ബാറോ ഹോം തിയേറ്ററോ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഷോറൂമിൽ ചെല്ലുമോ അത് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് മതി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ മറ്റൊരു സൗണ്ട് ബാർ വാങ്ങാൻ മറ്റൊരു ഷോറൂമിൽ പോയി നിങ്ങൾ അവിടുന്ന് അത് ഒരു സംഭവം ഒരു 4-4 പ്ലേ ചെയ്തതിൽ അതൊന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു, അത് മതി എന്ന് തോന്നാൻ കാരണം എന്താണ്? അതിൻ്റെ വില കുറവോ അതിൻ്റെ പെർഫോമൻസോ? അപ്പോൾ അവിടെയാണ് നമുക്ക് 2 പോയിൻറ്റ്സ് പറയാനുള്ളത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ഹോം തിയേറ്റർ സിസ്റ്റമോ ഓഡിയോ സിസ്റ്റം വാങ്ങാൻ നിങ്ങളൊരു ഷോറൂം പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഡീലറെ സമീപിക്കുകയാണെങ്കിൽ അവിടുന്ന് അത് ചെക്ക് ചെയ്ത് തരിക എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അവിടുന്ന് അവർ ഒരു ഓഡിയോ ഇട്ട് പ്ലേ ചെയ്ത് കാണിച്ചു തരും. മാക്സിമം പോയാൽ നിങ്ങൾക്ക് നിങ്ങളെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തൊന്ന് പ്ലേ ചെയ്യാം. അതിൽ കൂടുതലായിട്ട് വളരെ അപൂർവമായിട്ടായിരിക്കും ചിലപ്പോൾ ചെക്കിങ് ഉണ്ടാവുക. അപ്പോൾ അതിപ്പോൾ ഒരു HDMI ഇൻ, ഒപ്റ്റിക്കൽ ഇൻ, അതുപോലെ USB ഇൻ, ഓക്സ് ഇൻ, അതേപോലെ തന്നെ ബ്ലൂടൂത്ത്, FM, അങ്ങനെ എന്തൊക്കെ അതിലുണ്ടാവും അതെല്ലാം ചെക്ക് ചെയ്തിട്ട് ആരെങ്കിലും ഒരു ഓഡിയോ സിസ്റ്റം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വാങ്ങിയെങ്കിൽ അവരത് വളരെ തൃപ്തിയോടുകൂടി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും. അതല്ലാതെ വാങ്ങുന്നവർക്കാണ് ഈ ഫോൾട്ടും പരാജയങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് എങ്ങനെ ചെക്ക് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഓഡിയോ സിസ്റ്റം അവിടുന്ന് ഇപ്പോൾ ഒരു HDMIയും ഒപ്റ്റിക്കലും എല്ലാം കൂടെ ഇട്ട് ചിലപ്പോൾ പ്ലേ ചെയ്ത് കാണിച്ച് തരാറുണ്ടാവില്ല. ചിലപ്പോൾ HDMI ഇട്ട് പ്ലേ ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ ഒപ്റ്റിക്കൽ ഇട്ട് പ്ലേ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ അവിടുന്ന് അവർ ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെ ഓഡിയോ ഇട്ട് പ്ലേ ചെയ്ത് കാണിച്ചു തരുന്നുണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ട് തൃപ്തിപ്പെട്ട് വാങ്ങുന്നവർക്ക് അത് ചിലപ്പം പിന്നീട് ഉപയോഗിക്കുമോ അത് വേണ്ടായിരുന്നു, അത് ക്ഷീണമാണ്, അത് മോശമാണ്, അതിങ്ങനെ വർക്കിംഗ് ഇല്ല, അത് ഈ ഒരു ലെവലിൽ വർക്ക് ചെയ്യുമ്പോൾ അതൊരു പ്രശ്നം വരുന്നു, അങ്ങനെ ഒരു സൗണ്ട്, ഇങ്ങനെ ഒരു സൗണ്ട്, ആ പരാതികൾ ഒഴിവാക്കാൻ നിങ്ങളത് വാങ്ങാൻ പോകുമ്പോൾ തന്നെ ചെക്ക് ചെയ്യുക. എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള ഓഡിയോ ഫയൽ, വീഡിയോ ഫയൽ നിങ്ങളൊരു പെൻഡ്രൈവിലാക്കി കൊണ്ടുപോകുക. അതേ വീഡിയോ ഫയൽ ആൻഡ് ഓഡിയോ ഫയൽ നിങ്ങൾ ബ്ലൂടൂത്തിലാക്കിയിട്ട് അത് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണിലാക്കി വെക്കുക. അത് രണ്ടും കൊണ്ടായിട്ട് വേണം നിങ്ങൾ ചെക്ക് ചെയ്യാൻ. അതായത് അതിനകത്ത് ഇപ്പോൾ റോക്ക്, പോപ്പ്, ജാസ്, മ്യൂസിക് ഏത് തരത്തിലായാലും ആ മെലഡീസ് ആയാലും ഏതൊക്കെ ആണോ നിങ്ങളെ ആ ഒരു മൂഡ് അത് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നത്, അതായത് ഏത് മ്യൂസിക് സിസ്റ്റത്തിലാണോ കിട്ടുന്നത് അത് അവിടെ നിങ്ങൾ പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്ത് ചെക്ക് ചെയ്തിട്ട് വേണം വാങ്ങാൻ. ഇപ്പോൾ 2.1 ഉള്ള ഒരു സൗണ്ട് ബാറാണ് ഇരിക്കുക. അപ്പോൾ അതിനകത്ത് 2 ചാനലും ഒരു സബും വർക്ക് ചെയ്യും. അപ്പോൾ ആ 2 വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് പ്ലേ ചെയ്ത് കാണിച്ച ഒരു ഡെമോ അവിടുന്ന് കാണിച്ചു തരും. അതിൽ നിങ്ങൾ തൃപ്തികരമാണെങ്കിൽ, അത് തൃപ്തി അല്ലെങ്കിൽ നിങ്ങളത് വാങ്ങില്ല ഉറപ്പല്ലേ. അപ്പോൾ അത് തൃപ്തിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ബ്ലൂടൂത്ത് വഴി നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ സെലക്ട് ചെയ്ത മെലഡി, റോക്ക്, പോപ്പ് ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ്, അല്ല നിങ്ങൾ ഏതാണോ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചത് ചെക്ക് ചെയ്യാൻ, അത് അവിടെ ആ ഡിവൈസിലൂടെ പ്ലേ ചെയ്യണം. പ്ലേ ചെയ്യുമ്പോൾ എങ്ങനെ പ്ലേ ചെയ്യണം? ജസ്റ്റ് പ്ലേ ചെയ്ത് ഒരു 10 സെക്കൻഡ് വരാം, ഒന്ന് നിന്ന് ഒന്ന് ഫീൽ ചെയ്ത് ആ പറഞ്ഞ നിങ്ങൾക്ക് ഏത് ഒരു ആ മ്യൂസിക്കിൻ്റെ ഏരിയ ആണോ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേൾക്കാൻ കറക്റ്റായിട്ട് ഒരു ഫീല് കിട്ടുന്നത്, ആ ഫീല് നിങ്ങൾക്ക് കിട്ടിയതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ആ മ്യൂസിക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ കിട്ടുന്നത് ഈ ഡിവൈസിൽ നിന്ന് കിട്ടുന്നുണ്ടോ നോക്കണം. അത് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പുള്ളൂ പെൻഡ്രൈവ് ഇട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ബ്ലൂടൂത്തിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് മുമ്പ് പറഞ്ഞല്ലോ. അപ്പോൾ ബ്ലൂടൂത്തിൽ ആ ലിമിറ്റേഷനെക്കാട്ടും പെൻഡ്രൈവ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പ്ലേ ആവും. അപ്പോൾ പെൻഡ്രൈവിൽ നിന്ന് ആ ഫയൽ ഡയറക്റ്റ് പ്ലേ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ആ ഒരു ഡൈനാമിക് റേഞ്ച് നമുക്ക് സൗണ്ടിന് ഫീൽ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ അവിടെ നിന്നിട്ട് ആ ഒരു 4-5 അധികമൊന്നും 10-20 പാട്ട് പ്ലേ ചെയ്യുന്ന കാര്യമല്ലോ പറഞ്ഞു. ഒരു മാക്സിമം പോയാൽ ഒരു 4 എണ്ണം, ഒരു 4 ടൈപ്പ് മ്യൂസിക്, ഒരു മെലഡി, ഒരു നല്ല ബേസ് സീറ്റ് ഉള്ളത്, ഒരു പോപ്പ് സോങ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരം ഒരു വ്യത്യസ്തമായ മ്യൂസിക് ലെവലുകൾ ഉണ്ടായിട്ട് അവിടെ നിന്ന് നിങ്ങളത് പ്ലേ ചെയ്ത് നോക്കുക. 2.1 ആണെങ്കിൽ സബ് ഓഫർ ഒരു കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ടുണ്ടാവണം. എവിടെയെങ്കിലും വെച്ചിട്ട്, അതായത് ടേബിളിൻ്റെ മുകളിലും മറ്റും വെച്ചിട്ട് സബ് ഓഫർ പ്ലേ ചെയ്ത് നിങ്ങൾ ഡെമോ ചെക്ക് ചെയ്യരുത്. നിങ്ങൾ കറക്റ്റ് പൊസിഷനിൽ തന്നെ വെച്ചിട്ട് സബ് ഓഫർ ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്ത് അതിൽ തൃപ്തികരാണെങ്കിൽ മാത്രം വാങ്ങുക. അല്ലെങ്കിൽ അത് വാങ്ങിയിട്ട് വെറുതെ ആ സാധനത്തിനെയോ പ്രോഡക്റ്റിനെയോ ആ കടക്കാരനെയോ ഒന്നും കുറ്റം പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. 5.1 ആണ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ 7.2 ഏതെങ്കിലുമൊക്കെയാണ്, ഇപ്പോൾ അറ്റ്മോസ് ലെവലാണ്, ഏത് തരം ഒരു സറൗണ്ട് ലെവലാണ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ അത് അവിടെ നിങ്ങളുടെ ഷോറൂമിൽ നിങ്ങൾ വാങ്ങാൻ പോകുന്നിടത്ത് ആ ഡെമോ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. സെറ്റ് ചെയ്തിട്ട് ആ സെറ്റ് ചെയ്തതിൽ നിങ്ങൾ കൊണ്ടുപോയ ഫയൽ കൂടെ പ്ലേ ചെയ്യണം.
അവിടെ നിന്ന് അവർ ഡെമോ ചെക്ക് ചെയ്തതിൻ്റെ ശേഷം അത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പെൻഡ്രൈവിലാക്കി കൊണ്ടുപോയ ഫയൽ പ്ലേ ചെയ്യിക്കുക. കാരണം പെൻഡ്രൈവിൽ നമുക്ക് അറ്റ്മോസ് ലെവൽ 5.1 ഏതെങ്കിലും ടൈപ്പ് കൊണ്ടുപോയിട്ട് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതവിടെ കണക്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് പ്ലേ ചെയ്യിക്കുക. അത് പ്ലേ ചെയ്യിച്ചിട്ട് നിങ്ങൾക്ക് ഇമ്പ്രസീവായ രീതിയിലാണ് അത് പ്ലേ ആവുന്നതെങ്കിൽ മാത്രം ആ ഡിവൈസ് വാങ്ങുക. അത് ഏത് കമ്പനിയുടെ ആയാലും ഏത് തരം ഒരു സറൗണ്ട് സിസ്റ്റം ശരി. അപ്പോൾ അത് അങ്ങനെ ചെക്ക് ചെയ്ത് വാങ്ങാത്തതിൻ്റെ ആണ് എല്ലാവിധ ഈ പർച്ചേസ് നടക്കുമ്പോഴും ഈ വാങ്ങിക്കഴിഞ്ഞ് കുറച്ച് കാലം ഒരു 2 മാസത്തിനുള്ളിൽ ആ സാധനത്തിന് പരാതി വരുന്നു. ആ സാധനത്തിന് ഇങ്ങനെ ഞങ്ങളിത് വാങ്ങി ഇത്ര രൂപ കൊടുത്ത് വാങ്ങി 10, 20, 30, 50 കൊടുത്ത് വാങ്ങിയിട്ട് ഇതിന് ഇത്ര ക്ലാരിറ്റി ഇല്ല, അത് വർക്കിംഗ് ഇല്ല, അത് പെർഫോമൻസ് ഇല്ല, ഇതിന് അത്രയും ഡീറ്റെയിൽ ഇല്ല ഇങ്ങനെ പറയുന്നതിന് പകരം ഇത് വാങ്ങുമ്പോൾ തന്നെ ഇത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക. അപ്പം ഈ പറഞ്ഞ ചെറിയ ടിപ്പ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് പെൻഡ്രൈവിലാക്കിയിട്ട് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യുക ഏറ്റവും ബെസ്റ്റ് പരിപാടി. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കൊണ്ടുപോകുന്ന ഫയൽ പറഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ ഒരു FLAC ഫയലായിട്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്ന ഡിവൈസിൽ അത് പ്ലേ ആവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ MP3 ഫയൽ തന്നെ കൊണ്ടുപോകുക. കാരണം എല്ലാത്തിലും കോമ്പാറ്റബിൾ ആണല്ലോ MP3. അപ്പോൾ MP3 ഫയൽ കൊണ്ടുപോവുക, 320 kbps തന്നെ കൊണ്ടുപോവുക. കൺവേർട്ടഡ് 320 kbps അല്ല, ഡയറക്റ്റ് 320 kbps തന്നെ കൊണ്ടുപോവുക. അതായത് 128 മറ്റേതെങ്കിലും തരം ഫോർമാറ്റ് ഉള്ളത് കൺവേർട്ട് ചെയ്ത് 320 kbpസിലാക്കിയതുണ്ടാവും. ലോ ക്വാളിറ്റി വീഡിയോ ഫയൽ 320 kbpസിലേക്ക് MP3 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. അതൊന്നും കൊണ്ടുപോകാതിരിക്കുക. നിങ്ങൾ 320 kbps ഡയറക്റ്റ് കറക്റ്റ് ഫയൽ ഫോർമാറ്റ് കറക്റ്റ് ക്ലാരിറ്റി ഉള്ള സാധനം നല്ല ട്രസ്റ്റഡ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് തന്നെ നിങ്ങൾ പ്ലേ ചെയ്ത് കൺഫേം ആക്കിയതിന് ശേഷം കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. അതിപ്പോൾ ഇത്രയും കൺഫേം ആയിട്ട് പറയാൻ കാരണം പണ്ടമാനം പരാതിയാണ് ഈ സാധനങ്ങൾ വാങ്ങിയതിൻ്റെ ശേഷം ഇങ്ങനെ ആവുന്നു അങ്ങനെ ആവുന്നു എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വാങ്ങുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തി വാങ്ങിയാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ വാങ്ങിയതിൻ്റെ മുകളിൽ യാതൊരു വിധ നഷ്ടബോധം ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം ഞാനിവിടെ ഇപ്പോൾ ഒരു ഡിവൈസ് ഉണ്ടാക്കിയ ഒരു ആംപ്ലിഫയർ ആയാലും ഏത് സാധനമായാലും അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കസ്റ്റമർ ഇവിടെ വന്ന് വാങ്ങുന്നവരുണ്ടെങ്കിൽ കുറേ അയച്ചു കൊടുത്തയക്കുകയൊക്കെ ചെയ്യുന്നതല്ല, ഇവിടെ ഒരാൾ വന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ അതിലൊരു ഓക്സ് കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. HDMI മറ്റും ഞാനിവിടെ കണക്ട് ചെയ്ത് പ്ലേ ചെയ്യുന്നതാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് പ്ലേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഓക്സ് കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും, ബ്ലൂടൂത്ത് ഉണ്ടാവും, പെൻഡ്രൈവിൽ എൻ്റെ മ്യൂസിക് ഉണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് പെൻഡ്രൈവ് ഉണ്ടാക്കി കൊണ്ടുവന്നോളാൻ പറയും. അത് ഇവിടെ കൊണ്ടുവന്നിട്ട് വിട്ടുകൊടുക്കുകയായിരുന്നു. എൻ്റെ ഡെമോ ചെക്കിങ് കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ, ബ്ലൂടൂത്ത് കണക്ട് ചെയ്തോളൂ പറഞ്ഞിട്ട് അവരോട് കണക്ട് ചെയ്യാൻ പറയുന്നു. നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം ഞാൻ അങ്ങനെ ചെക്ക് ചെയ്തിട്ടാണ് സാധനം കൊടുക്കാറ്. അത് ചെക്ക് ചെയ്ത് ബ്ലൂടൂത്തിൽ അവർക്ക് ഇഷ്ടമുള്ള മ്യൂസിക് പ്ലേ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം പ്രൂവ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതേപോലെ പെൻഡ്രൈവ് ഇപ്പോൾ അവർ കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ ഓക്സ് കേബിൾ വഴി കണക്ട് ചെയ്ത് പ്ലേ ആവുകയാണെങ്കിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കേൾക്കാം. കാരണം നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണക്ടർ വെച്ചിട്ട് അതായത് ഫോണിന് DA to A കൺവേർട്ടർ വെച്ചിട്ട് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റി ഫയൽ ഇപ്പോൾ നമ്മുടെ ഫോണിൽ FLAC ഫയലോ മറ്റേതെങ്കിലും ഫോർമാറ്റ് ഉണ്ടെങ്കിൽ അത് നല്ല ക്ലിയറിൽ നമുക്ക് ആ ഔട്ട്പുട്ട് ഓക്സ് വഴി പ്ലേ ചെയ്യാം. അപ്പോൾ അത് നല്ല ക്ലിയറായിട്ട് നമുക്ക് എന്തെല്ലാം ഫയലിൽ എന്തെല്ലാം ഓഡിയോ നോട്ട്സ് അതിലുണ്ടോ അത് മൊത്തത്തിൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയത് ആ രീതിയിലാണെങ്കിൽ അത് കേൾക്കാൻ പറ്റും. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വില കുറഞ്ഞ ഒരു ഡിവൈസ് ചെക്ക് ചെയ്യുമ്പോഴല്ല, നിങ്ങൾ നല്ലൊരു പ്രോ സാധനം അതായത് നല്ലൊരു ക്വാളിറ്റി സാധനം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിന് വില മുടക്കിയിട്ട് നല്ല രീതിയിൽ വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ മാത്രം ചെക്ക് ചെയ്യാനുള്ളതാണ്. നല്ല അടിപൊളി ഫയലുകളൊക്കെ ആയിട്ട് പോയിട്ട് അവിടുന്ന് വില പേശി വില കുറഞ്ഞൊരു സാധനം വാങ്ങാൻ നേരം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം അതിനകത്ത് 128 kbpsഉം 320 kbpsഉം FLAC ഏതായാലും ശരി അതൊക്കെ ഒരേ തരത്തിലേ പ്ലേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഒരേ തരത്തിലേ അതിൻ്റെ ഫീൽ അതിൻ്റെ ഔട്ട്പുട്ട് ലെവൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ആ ഒരു വ്യത്യസ്തത കിട്ടുക നല്ല ക്വാളിറ്റി ഡിവൈസ് പ്ലേ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് അങ്ങനത്തെ വാങ്ങാൻ പോകുമ്പോൾ ഈ തരത്തിൽ ഫയൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പരാതി ഇല്ലാതെ നല്ല തൃപ്തികരമായിട്ട് ആ വാങ്ങിയ സാധനം ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.